ഹലോ, മോള് വന്നിട്ട് കേട്ടോ. മോൾക്ക് റൂബിക്ക വേണമെന്ന് പറഞ്ഞിട്ട് റൂബിക്ക ഇന്നലെ കാൽനടയാത്രക്ക് പോയപ്പോൾ അവിടെ ഒരു വീട്ടിൽ നിന്ന് പറിച്ചു കൊണ്ടുവന്നു. അവിടെ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് പറിച്ചിട്ട് കൊണ്ടുവന്നതാണ്. ഇനി ഇതിലിടാൻ പിന്നെ ചീനമുളക് വേണം. ഇതാ സൊർക്ക, വിനേഗർ ഇതും വേണം. റൂബിക്ക ഉണ്ടാക്കി കൊടുത്താൽ പോരാ, അതിലിടാൻ ചീനമുളക് കൊടുക്കണം, സൊർക്ക കൊടുക്കണം. അപ്പോൾ അതൊക്കെ ഇല്ലേ. പിന്നെ അടുത്ത വീട്ടിൽ നിന്നൊരു ഗൾഫുകാർ വന്നപ്പം കിട്ടിയത് അത്രയുണ്ട് ഈ സംഭവം. അപ്പം ഞാൻ ചോക്ലേറ്റ് ഇന്നില്ല. അപ്പോൾ പിള്ളേർക്ക് അത് ഇഷ്ടമാണ്, പേരക്കുട്ടികൾക്ക്. അപ്പം അതുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ കാവത്ത് കുറച്ചൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നില്ലേ, അതുണ്ട്. പിന്നെ അതുപോലെ ഇന്നലെ കാൽനടയാത്രക്ക് പോയപ്പോൾ തന്നെ കിട്ടിയതാട്ടോ അത് ചെറുപഴം. അവിടെ ഒരു വീട്ടിൽ കായക്കൊല വെട്ടുണ്ടായിരുന്നു, വെട്ടിയിട്ട് കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെന്നോട് വെച്ച് എനിക്ക് കായ ഇത് വേണം, പഴം വേണമെന്ന് വെച്ച്. ഞാൻ ആന്ന് പറഞ്ഞു. വേണമെന്ന് ഇങ്ങോട്ട് ചോദിച്ചതാട്ടോ, ഞാൻ അങ്ങോട്ട് ചോദിച്ചതല്ല. എനിക്ക് വേണമെന്ന് ചോദിച്ചപ്പോൾ ആന്ന് പറഞ്ഞു. അപ്പം എൻ്റെ വിചാരം ഇത്രയൊക്കെ അവർ തരുള്ളൂ എന്ന് വിചാരിച്ച്. പക്ഷെ അവർ ആ കൊല ഫുള്ളും വെട്ടി കവറിലാക്കിയിട്ട് തന്ന്. വേറെ അടുത്ത വീട്ടിൽ കൊടുത്ത് ഞാനും കുറച്ചിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ പിള്ളേരുണ്ടല്ലോ, വേറെ കുട്ടികളുണ്ടല്ലോ, അപ്പോൾ അവൾ കൊണ്ടുപോയി തിന്നോട്ടെ, കുട്ടികൾക്ക് കൊണ്ടു കൊടുത്തോട്ടെ. അപ്പോൾ അവളോട് ഒന്ന് വരാൻ പറഞ്ഞതാണ്. അപ്പോൾ രാവിലെ വന്നതാട്ടോ. അപ്പം അതുണ്ട്. പിന്നെ ഇതുണ്ടോ, ഇതൊരു വേറൊരു വീട്ടിൽ നിന്ന് ഇന്നലെ കിട്ടി തന്നെ, ഒരു ഇടിച്ചക്ക ഉപ്പേരിക്ക്. അപ്പം അതിൻ്റെ പകുതി വേറെ അതിൻ്റെ അയൽവാസിക്ക് കൊടുത്ത് ബാക്കി അവൾക്ക് കൊടുക്കാനും. ഇതൊക്കെ കൊണ്ടുപോകാൻ വരാൻ പറഞ്ഞിട്ട് ഇപ്പോൾ വന്നതാണ്. ഇനി ഇതൊക്കെ വാങ്ങിച്ച് ഇപ്പം തന്നെ പോവും. പിന്നെ വേറൊരു സംഭവം കൂടി. ചക്ക എങ്ങനെ കിട്ടിയെന്നറിയോ? ഒരു വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ചക്ക കൊണ്ടുപോകാൻ ചക്ക കച്ചവടക്കാരില്ലേ, അവർ വന്നിട്ടുണ്ടായിരുന്നു. വണ്ടിയൊക്കെ ആയിട്ട് ചക്ക ഇട്ടിരുന്നു. അപ്പം എന്നെ കണ്ടതും ആ താത്തനോട് ചോദിച്ചാൽ എനിക്ക് ഓണാടി ഇടിച്ചക്ക വേണോ അടിയെന്ന് ചോദിച്ചപ്പോൾ ഒന്ന് തന്നാൽ ഞാൻ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. അപ്പോൾ അവരൊരു കുറച്ച് വലുത് തന്നതാണ് എനിക്ക്. അപ്പം അതിന് പകുതി എൻ്റെ അയൽവാസി എൻ്റെ കുഞ്ഞിമ്മയുടെ മോളോട് അടുത്ത് താമസിക്കുന്നുണ്ടായിരുന്നൊരു പകുതി അവൾക്ക് കൊടുത്ത്, പകുതി ഇനി മോൾക്ക് കൊടുക്കാം വെച്ചതാണ്. അങ്ങനെ എന്നിട്ട് ഈ സാധനങ്ങളൊക്കെ കിട്ടിയത്. ഇത് ഞാൻ ചോദിച്ചതല്ല, ഇത് പിന്നെ അവിടെ അവരെ മുറ്റത്ത് നിറച്ച് വീണ് കിടക്കുന്നുണ്ടായിരുന്നതാണ്. അപ്പം എനിക്ക് അതൊക്കെ ഞാൻ അവരോട് ചോദിച്ചിട്ട് എടുത്തത്. പിന്നെ അതിന് എത്തുന്നിടത്തൊക്കെ ഉണ്ടായിരുന്നൊക്കെ പൊട്ടിച്ച് അങ്ങനെ. അപ്പോൾ മോള് കുറേ ദിവസമായി റൂബിക്ക എന്നറിയുന്നു. അപ്പോൾ അവിടെ ഒരു വീട്ടിൽ കണ്ടപ്പോൾ അടുത്ത് വന്നതാണ്. ചെറിയ മോള് വന്നപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട്, രാത്രിയിൽ ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് ഗോതമ്പ് പൊടിച്ചതാണ്. പക്ഷെ ചെറിയ മോള് പോയി. അപ്പം ഇനിയിപ്പോൾ ഒന്നും വരില്ല. അപ്പം എന്നാൽ ഗോതമ്പ് പൊടി ഇവളോട് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ മകള് പോകുമ്പോൾ കൊടുത്തേക്കാളുള്ള സാധനങ്ങളാണ് കേട്ടോ അതൊക്കെ. അപ്പം അതാണ് ഇന്നത്തെ വിശേഷം.